എന്തു പറയുന്ന എല്ലാവരും സുഖമാണോ? പറയൂ, കേൾക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടാണോ എന്നറിയത്തില്ല. ചെറിയൊരു പേടി, എന്തോ ഒരു ടച്ച് വിട്ടുപോയ പോലെ. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം 5-6 മാസത്തെ ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാവില്ലേ, ഇത് പണ്ട് ഞാൻ ചെയ്തിരുന്നു, എനിക്ക് അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്തോ പോലെ. ഞാൻ ഏതാണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മറായി. സമ്മറിന് മുന്നേ സ്നോ പെയ്തിരുന്ന സമയത്ത് ഒന്ന് മലയുടെ മുകളിൽ പോയതാണ് കേട്ടോ. എന്ത് രസാലേ ഈ ചൂടത്ത് ഇങ്ങനെ മഞ്ഞ് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ സ്നോയിൽ ഹൈക്ക് ചെയ്യൽ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് എക്സ്ട്രാ എഫേർട്ടൊക്കെ ഇടണം, പക്ഷേ നമ്മളിങ്ങനെ മലയുടെ മുകളിലെത്തി എല്ലാം ഇങ്ങനെ വെള്ള കളറിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹൈക്ക് ചെയ്യുന്നത്. ഞാനാ പോയ ദിവസം ഉണ്ടല്ലോ, അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇമാജിൻ, ആ സ്നോ മൗണ്ടൻ്റെ ഉള്ളിൽ ഞാൻ മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ലൈക്ക് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ ലോകത്തിലെ തന്നെ ഒരു തിരക്ക് പിടിച്ച സിറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു മലയുടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ മഞ്ഞിന് ചുറ്റും നിൽക്കുമ്പോൾ ഞാനും എൻ്റെ ചിന്തകളും മാത്രം. ആഹാ, എന്ത് രസമായിരുന്നു എന്നറിയോ. ലൈക്ക് സോളിറ്റ്യൂഡ് ഇസ് എ ബ്ലിസ് എന്ന് പറയത്തില്ലേ നമ്മൾ. നിങ്ങളിതുപോലെ ഒറ്റയ്ക്കൊക്കെ യാത്രകൾ ചെയ്യാറുണ്ടോ? ഞാനീ നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. ഇപ്പോൾ കാണുന്ന ഒരാളാണെങ്കിലും ആ ഒരാൾ എനിക്ക് വാല്യുബിളാണ്. അപ്പോൾ അയാളുടെ ഒപ്പീനിയൻ മാത്രം കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പറ്റിക്കഴിഞ്ഞൊരു വോയിസ് ഓവറൊക്കെ ചെയ്തൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു ആഗ്രഹം മാത്രമാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ്. ഞാനും എൻ്റെ കുടുംബവും കുറച്ച് കൂട്ടുകാരും മാത്രം. ഇങ്ങനെ സോഷ്യലി ഡിറ്റാച്ച്ഡ് ആവാന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ചെയ്യാനുള്ളൊരിഷ്ടം. ഞാനിപ്പോൾ കൂടുതൽ അതിന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. ഒന്നിനും ചെയ്യാനായിട്ടോ, വീഡിയോസ് ചെയ്യാനായിട്ടോ, വോയിസ് ഓവർ ചെയ്യാനായിട്ടോ, പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ടോ ഒന്നും ഒരു മൂഡില്ലാത്തത്. ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ മീ റൈറ്റ് നൗ. എയ്തർ വേ, ഇതിനെല്ലാം മറികടന്ന് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തു. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇതിൻ്റെ ഈ വ്യൂസും അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെയോ ചെറബറാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നു എനിക്ക് കേട്ടോ. നിങ്ങളും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു യാത്രയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതും ആരും ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്രയും പോസിറ്റീവായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ റെജുവിനേറ്റിംഗ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ടാറ്റ, പിന്നെ കാണാം കേട്ടോ, ബൈ.